വിനീതേട്ടന്റെ വീടിന്റെ അവിടെ കൊടുവായൂർ തേരിന് വിളിച്ചിട്ട് പോയ ഒരു കഥയാണ്. തേരിന്റെ പരിപാടി തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് ഇറങ്ങി. വ്ലോഗ് ചെയ്യാണെന്ന് പറഞ്ഞാൽ പകല് തേരിന്റെ കുറച്ച് വിഷ്വൽ എനിക്ക് എടുത്തു തന്നു. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടായി. പിന്നെ അവിടെ നിന്ന് കാണുന്നത് ആർപ്പോ ഇറോ വിളിച്ചിട്ട് തേര് തള്ളുന്ന വിഷ്വൽസ് ഒക്കെയാണ്. തിക്കും തിരക്കും തേര് തള്ളുന്നതിന്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വരുന്നത് കൊണ്ടൊക്കെ. 3 തേരായിരുന്നു ഉണ്ട്. ജിഷ്ണുവിനെയും വിനീതേട്ടനെയും പിള്ളേരെയും കാണുമ്പോൾ തന്നെ ടൈമായി. അത് കഴിഞ്ഞ് പിന്നെ വെടിക്കെട്ടായിരുന്നു. ഞങ്ങളൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല. ചേച്ചിയും യാത്രികനും അക്കും വിനീതേട്ടൻ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. കുറേ നേരം പൂരപ്പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ യാത്രികന്റെ ഫാൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നടന്നു. അങ്ങനെ തേരിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പാക്ക് ചെയ്ത് പോകാൻ തുടങ്ങി. ചേച്ചിയും കുറച്ച് സഹായിക്കുന്നുണ്ടായിരുന്നു. എല്ലാ പൂരപ്പറമ്പിലും അടിയുണ്ടാവുമല്ലോ, അതിന്റെ ഒരു വിഷ്വലാണ് ഇപ്പൊ കണ്ട്. 12 മണിയായി വിശപ്പ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ റോഡിന്റെ അരികത്ത് പിള്ളേർ കേക്ക് മുറിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ പോയി ഓരോ കേക്കൊക്കെ കഴിച്ചു. അതും കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വന്ന ഒരു 1 മണിയാകുമ്പോൾ കൊട്ട് തുടങ്ങി. അതൊരു 3 മണി വരെ കൊട്ട്. അവര് നിന്ന് കൊട്ടി സമയം ഒരു 3 മണിയാക്കി. നാളെ വർക്കിനും പോകണം. അപ്പൊ മറ്റൊരു കിടിലൻ വീഡിയോ കാണാം. ബൈ.